ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പ് 11-ൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. പിന്നെ ഇന്ന് ഈത്തപ്പഴക്കുംസും ക്യാരറ്റുംസും ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ വൈറലായ ഒരൈറ്റമാണ് എൻ്റെ ചാനലിൽ ഈത്തപ്പഴക്കുംസ്. 4.5 ലക്ഷത്തിൻ്റെ അടുക്ക ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ കുംസ് എന്ന് പറഞ്ഞ പേര് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന്. നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ളവർക്കൊക്കെ എന്താണെന്ന് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളിങ്ങോട്ട് പറയൽ സാധാ കുംസ്, കായ്ക്കുംസ്, ഈത്തപ്പഴക്കുംസ്, ക്യാരറ്റുംസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയൽ. അല്ലാണ്ട് ഞാനിട്ട പേരൊന്നുമല്ല ഈത്തപ്പഴക്കുംസ് എന്നല്ലേ. പിന്നെ ഞാൻ കാസർഗോഡ് ജില്ലയാണെങ്കിലും കണ്ണൂരുകാരെ കൾച്ചറലാണ് നമ്മൾ എവിടെയും. കാസർഗോഡ് സ്റ്റാർട്ടിംഗ് ആണ്. എഗ് ബോക്സിനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇറച്ചിയടക്കുള്ള മസാല, ബീഫിൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അപ്പോഴത്തേക്ക് നമ്മളെ മുട്ടയൊക്കെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളയാമെന്ന് വേഗം. പിന്നെ ഇതാ അടുത്ത രണ്ടാമത്തെ ഈത്തപ്പഴക്കുംസിന് വേണ്ടിയിട്ട് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഈത്തപ്പഴക്കുംസ് ഇതാ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈത്തപ്പഴക്കുംസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഷോർട്സ് വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി, അതിലുണ്ട്. ഈ ഈത്തപ്പഴക്കുംസ് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ റീച്ചായി കിട്ടിയത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കയറി കിട്ടിയത് ഈ ഈത്തപ്പഴക്കുംസ് ഉണ്ടാണ്. അങ്ങനെ ഇതാ പിന്നെ എഗ് ബോക്സിനുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ക്യാരറ്റുംസിനുള്ളതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ക്യാരറ്റ് വാട്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. അത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റുംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റുംസിൻ്റെ റെസിപ്പിയും ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് നമ്മളെ ക്യാരറ്റുംസിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ എഗ് ബോക്സിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിൽ. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴക്കുംസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ 2 ഈത്തപ്പഴക്കുംസും റെഡിയായി കിട്ടി. നമ്മുടെ എഗ് ബോക്സിനുള്ള മസാല ഒരടുപ്പത്ത് റെഡിയാകുന്നുണ്ട്. പിന്നെ ഇതാ മറ്റേ അടുപ്പത്ത് നമ്മളെ ഹാഫ് മൂണിനുള്ള മസാലയും വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 അടുപ്പും നമ്മളെ ബിസിയിലാണ്. തിരക്ക് തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഈത്തപ്പഴക്കുംസ് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ഈത്തപ്പഴക്കുംസും റെഡിയായി. 2 ഈത്തപ്പഴക്കുംസും 2 ക്യാരറ്റുംസാണ് വേണ്ടത്. അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യാക്കിയതിന് ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെ ബാറ്ററും അതിൽ കൂടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള പണിക്ക് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഇത് ഉണ്ടാകുന്ന നേരം കൊണ്ട് നമ്മളെ ബാക്കിയുള്ള പണി നടക്കും. പെണ്ണുങ്ങളൊരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 2 കൈ മാത്രമേ ഉള്ളെങ്കിലും ഒരു 100,000 പണികൾ എടുക്കേണ്ട മൈൻഡ് അവർക്കുണ്ടാകും. അവരെടുക്കുകയും ചെയ്യും. എല്ലാം ഒപ്പത്തിനൊപ്പം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് പഠിച്ച പെണ്ണുങ്ങൾക്ക് മാത്രം നൽകിയ ഒരു പ്രത്യേക കഴിവാണ്. ആണുങ്ങൾക്ക് ഇനി എന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഇത് നമ്മളെ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ക്യാരറ്റുംസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു ക്യാരറ്റുംസ് റെഡിയായി. ഇനി അടുത്തതും കൂടി റെഡിയാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ഹാഫ് മൂണിനുള്ള വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഇതാ രണ്ടാമത്തെ ക്യാരറ്റുംസും ഞാൻ അടുപ്പത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോട് ഒഴിച്ച് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഹാഫ് മൂണിനുള്ള മാവൊന്ന് കുഴച്ചെടുക്കുക. അത് മൈദയൊക്കെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇത് നമ്മുടെ ഹാഫ് മൂണിനുള്ള മാവും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാഫ് മൂണിൻ്റെ ഷോർട്സ് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് റെസിപ്പി. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് ഇതുപോലെയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം മാത്രം. പിന്നെ ഓരോരുത്തരും കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ അളവൊക്കെ എത്രയാണെന്ന്. ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ അളവൊന്നും നോക്കാറില്ല. കാരണം സാധനമൊക്കെ ഒന്നിച്ചങ്ങ് എടുത്ത് വരുന്നതല്ലേ. പിന്നെ ഇങ്ങനെ കൈക്കണക്കും മെയ്ക്കണൊക്കെ ആയിരിക്കും എല്ലാത്തിലും ചേർക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവൊന്നും ഇതുപോലെ കുറേ ഉണ്ടാക്കുമൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനും ടൈം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നും ഇടാത്തത്. അങ്ങനെ ഒരു ഭാഗത്ത് ഇതാ എഗ് ബോക്സിൻ്റെ മാവ് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ ഇറച്ചിയടൻ്റെ മാവും പരത്തിയെടുക്കുന്നുണ്ട്. അത് അനിയത്തി പരത്തുന്നുണ്ട്. ഇതൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വേഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഫ്രൈ ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ തീ നല്ലോണം കത്തുന്നുണ്ടാവും. പക്ഷേ വേഗമൊന്നും ഫ്രൈ ആയി കിട്ടില്ല. ഒന്നാമത് നോമ്പുമെല്ലാം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അടുപ്പത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലാൻ കൊണ്ടുപോകും പോലെയാണ്.
അപ്പം അത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഈ അടുപ്പത്ത് നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ ഇതാ നമ്മൾ എഗ് പഫ്സൊക്കെ വേഗം പൊരിച്ചെടുത്തിട്ടുണ്ട്. തീ കണ്ട ബറാബറ് കത്തുന്നുണ്ട്. പക്ഷേങ്കിൽ എണ്ണക്കൊന്നും തീ പറ്റൂല. എണ്ണ കുറച്ച് തീ അങ്ങ് കുറയുമ്പോൾ ഉണ്ടാവും എണ്ണ എന്തോ പോലെയായിട്ട് കായാത്ത പോലെയായിരിക്കും. അതുകൊണ്ട് നല്ലോണം കത്തിച്ചിട്ട് തന്നെ നമ്മുടെ ഇത് ഇറച്ചിയടയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾ ഇറച്ചിയടൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് ഒരുപാട് ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇറച്ചിയടൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതാണ്. പിന്നെ എല്ലാവരും പറയുന്ന വീഡിയോ എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, തിരക്ക് കാരണം നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഇതാ നമ്മുടെ ഹാഫ് മൂണും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ ഇറച്ചിയുടെ ഫ്രൈ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഹാഫ് മൂണൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല തീയിലും നല്ലോണം ഓയിൽ ഒഴിച്ചിട്ടും അത് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നല്ല തീയിൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഫുള്ള് ഫ്ലോപ്പായിട്ട് പൊളിഞ്ഞു പോകും. പിന്നെ ഇതാ വേഗം ഉള്ളിലേക്ക് കയറി നമ്മുടെ പാക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ക്യാരറ്റുംസും ഈത്തപ്പഴക്കുംസും ഒക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ അവിടെ ഒന്ന് നിരത്തിയിട്ട്, ഇനി എത്ര സമയമില്ലെങ്കിലും അതെനിക്ക് മസ്റ്റാണ് ഒരുപോലെ നല്ല അടിപൊളിയിൽ വെച്ചിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കൽ. അത് എന്തായാലും നിർബന്ധമാണ്. അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതൊന്നുമല്ല. ഞാൻ എപ്പോൾ ഈ പണി തുടങ്ങിയിനി അന്ന് മുതലേ ഇങ്ങനെ വീഡിയോ എടുക്കും, അതിങ്ങനെ നോക്കിക്കും, അത് ഉണ്ടാക്കിയ സാധനം ഒരുപോലെ വെക്കും, എത്ര സമയമില്ലെങ്കിലും അതിങ്ങനെ വെക്കും. അതൊക്കെ എനിക്കൊരു ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ഇത് കാണുമ്പം നിങ്ങൾക്കും നല്ല രസമുണ്ടാവും. അതുതന്നെയാണ് എനിക്കും വേണ്ടത്. കാണുന്നവർക്കും ഒരു ഭയങ്കര അതുണ്ടാക്കാനുള്ളൊരു തോന്നണം, അതാണ്. അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇനിയും ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. ഹാഫ് മൂണാണ് നല്ല ഓർഡർ ഉണ്ടായത്. അപ്പോൾ അത് പിന്നെയും അടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരാൾക്ക് കൊടുത്ത് വിട്ടിട്ടുമുണ്ട്. പിന്നെ ഇതാ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കോലം കണ്ടിട്ട് നിങ്ങൾ അതിനെ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ട് എല്ലാ പണിയും കഴിയുമ്പം. ഇനി അവയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചെടുത്താൽ നമ്മളെ ഇന്നത്തെ പണി ക്ലോസ് ആയി എന്ന് വിചാരിക്കേണ്ട. പണി തീരുന്നില്ല മക്കളെ. നോമ്പ് കഴിയുന്നത് വരെയും പണിയായിരിക്കും. അപ്പോൾ നോമ്പ് മുറിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ദുബൈയിലൊക്കെ യുദ്ധം അതും ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് തിന്നാൻ പാടില്ലല്ലോ, തിന്നാൻ തോന്നുന്നില്ല, അതാണ് ഒന്നാമത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.